എല്ലാവർക്കും ലൈവ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറിനൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലൊരു തോരൻ. നമ്മൾ ചക്കക്കുരും കയ്പയും ഉപയോഗിച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വളരെ ചെറിയൊരു വീഡിയോ. അപ്പോൾ നമ്മൾ നേരെ കുക്കിങ്ങിലേക്ക് പോവുകയാണ്. നമ്മൾ അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് നമ്മുടെ ചീഞ്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ കടുക് ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കടുക് അത്യാവശ്യം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കടുകൊക്കെ പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കയ്പയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കരിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഇളക്കാം. എന്നിട്ട് അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇളക്കിയിട്ട് നമ്മളൊരു പാത്രം വെച്ച് അടച്ചു വയ്ക്കുക. ഇത് നല്ലപോലെ ഒന്ന് വേവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മുടെ കയ്പ അടുപ്പത്ത് കിടന്ന് വേവുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒരു ലൈക്ക് തരാനും നിങ്ങൾ മറക്കുക. അടുപ്പത്ത് കിടന്ന് വെന്ത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചക്കക്കുരു ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ചക്കക്കുരുവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ചക്കക്കുരു നമ്മൾ ആദ്യം കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തതാണ്. അപ്പോൾ വേവിച്ചെടുത്ത ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കയ്പേൻ്റെ കൂടെ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം കൂടെ നമ്മൾ ഒന്ന് അടച്ചു വെക്കണം. ഇതൊന്ന് മിക്സായി വെന്ത് വരട്ടെ രണ്ടും കൂടി. 3 മിനിറ്റ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊക്കെ മാറ്റി നമുക്ക് ലഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ഡിന്നറിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.